ഹലോ, വെൽക്കം ബാക്ക് ടു ഈസി ടേസ്റ്റി കിച്ചൻ. ഇപ്പോൾ കുറേ നാളായി നമ്മൾ കണ്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു തിരുവോണത്തിന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം ഞാനത് തിരുവോണത്തിന് എടുത്തതാണ്, പക്ഷേ പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം അത്യാവശ്യം എല്ലാ കറികളൊക്കെ ഉണ്ടാക്കി കേട്ടോ. പിള്ളേരുടെയൊക്കെ എടുത്ത് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതുങ്ങൾക്കൊക്കെ ഇവർക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എങ്ങനെയായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും പനി പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തലേദിവസം രാത്രിയും പിറ്റേ ദിവസം രാവിലെയൊക്കെയായിട്ട് ഉണ്ടാക്കി. അപ്പം എനിക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. പിന്നെ ഇവിടെ നിന്ന് വിളമ്പി തുടങ്ങിയപ്പോൾ തൊട്ട് ഒരാൾ ശർക്കര വരട്ടിയും കാവറുത്തതും ഒക്കെ എടുത്ത് കഴിച്ചു തുടങ്ങുന്നുണ്ട് കേട്ടോ. സത്യത്തിൽ അതും കൊണ്ട് മാത്രം വിശപ്പ് മാറ്റി. ഇപ്പം ഞങ്ങൾ രാവിലെ ആട്ടോ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 10 മണിയായപ്പോഴേക്കും ചോറുണ്ടാകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പിന്നെയും പണി കൂടുതലായതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ ഇതങ്ങ് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കുമ്പളങ്ങ പച്ചടി, ബീട്രൂട്ട് പച്ചടി, പാവയ്ക്ക കിച്ചടി, പൈനാപ്പിൾ പച്ചടി, അവിയൽ, എരിശ്ശേരി, കൂട്ടുകറി, ഇഞ്ചിക്കറി, കാളൻ, ഓലൻ, പിന്നെ നാരങ്ങാച്ചാറ്, മാങ്ങാച്ചാറ്, ചിപ്സുകൾ, പിന്നെ മുളക് കൊണ്ടാട്ടം, സാമ്പാർ, പരിപ്പ് കറി, പിന്നെ മോര്, രസം, പരിപ്പ് പ്രഥമനും പായസം ഉണ്ടാക്കി, പിന്നെ സേമിയ പായസം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ ഇരുത്തിയിട്ട് കഴിക്കലൊന്നും ഉണ്ടാവില്ല, എന്നാലും എന്തായാലും ഇളയിൽ വിളമ്പിയിട്ട് കുറച്ചൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കൊടുക്കാനായിട്ടിരിക്കുക കേട്ടോ. കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ തന്നെ ആ ഇല ഫിനിഷ് ചെയ്തു. അപ്പം നമ്മൾ ഊണൊക്കെ കഴിച്ചു. 10:30 ആയപ്പോഴേക്കും ഊണൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഓണസദ്യയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങളെല്ലാവരും കൂടെ പോയി പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി കഴിച്ച് അവിടെ വന്നപ്പോഴേക്കും പിന്നെ ഒത്തിരി ലേറ്റൊക്കെ ആയിട്ട് 4 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ചേട്ടന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ ഓണം അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ? അപ്പം ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.